കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. പ്രഥമ TN പ്രകാശ് സാഹിത്യ പുരസ്കാരം ഷനോജ് R ചന്ദ്രന്റെ കാലുടിഞ്ഞ പുണ്യാളൻ എന്ന കഥാസമാഹാരത്തിന് നൽകും. 44,444 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. അവാർഡ് നിർണയ സമിതി സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടി നടത്തിയ മത്സരത്തിൽ KS ആർദ്ര എഴുതിയ നളിനി കാണ്ഡം എന്ന ചെറുകഥ 1ാം സ്ഥാനത്തിന് അർഹമായി. 5000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. TN പ്രകാശിന്റെ കുടുംബമാണ് പുരസ്കാര തുക നൽകുന്നത്. ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ, അഡ്വക്കേറ്റ് KK രമേശ് എന്നിവരടങ്ങിയ ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. മാർച്ച് 24 വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ശിക്ഷക് സദനിൽ അനുസ്മരണ സമ്മേളനം നടക്കും. കഥാകൃത്ത് T പത്മനാഭൻ പുരസ്കാരം സമർപ്പിക്കും. CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. TN പ്രകാശിന്റെ കഥാജീവിതവും വ്യക്തിജീവിതവും ആസ്പദമാക്കി കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രകാശവർഷങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ KP മോഹനൻ നിർവഹിക്കും. TN പ്രകാശിന്റെ മകൾ തീർത്ഥ പ്രകാശ് പുസ്തകം ഏറ്റുവാങ്ങും. PVK പനയാൽ TN പ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ബാലകൃഷ്ണൻ കൊയ്യാൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. TN പ്രകാശിന്റെ ഈ കടൽ തീരനിലാവിൽ എന്ന കഥയെ ആസ്പദമാക്കി സുരേഷ് ബാബു ശ്രീസ്ത തയ്യാറാക്കിയ ഏകപാത്ര നാടകം K പ്രദീപ് കുമാർ അവതരിപ്പിക്കും. അതായത് പ്രശസ്തരായിട്ടുള്ള ധാരാളം കഥാകൃത്തുക്കൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇതിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഥാകാരന്മാരും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ധാരാളം പേർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നൽകുന്നതാണ്. നമ്മൾക്ക് ഒരു മനസ്സിന് നമുക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഷനോജ് R ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന കഥാസമാഹാരമാണ്. അതുപോലെ തന്നെ കഥകൾ പരിശോധിച്ചതിൽ ആർദ്ര KS എഴുതിയ നളിനി കാണ്ഡം എന്ന ചെറുകഥ 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ കൊയ്യാൽ, TN പ്രകാശിന്റെ ഭാര്യ ഗീത പ്രകാശ്, ജൂറി അംഗം KK രമേശ്, അനുസ്മരണ സമിതി ചെയർമാൻ NT സുധീന്ദ്രൻ, കൺവീനർ TP വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.